ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന പലതരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് അതിന്റെ കാരണം. ആദ്യമേ തന്നെ വളരെ സീരിയസ് ആയിട്ട് HSA എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഈ ഒരു ടെൻഷൻ കൊണ്ട് ഇനിയിപ്പോൾ HSAയുടെ ക്വാളിഫിക്കേഷനിൽ മാറ്റങ്ങൾ വരുമോ, അതുപോലെ സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, ഇനി HSA എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇനി ഉണ്ടാവില്ലേ എന്നുള്ള ആ ഒരു ചിന്തയിലൊക്കെ തന്നെ പഠനം ഒന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തിയ ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. HSAയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല ശുപാർശകളും അതിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, നിലവിൽ സർവീസിലിരിക്കുന്ന ഒരുപാട് അധ്യാപകരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഇതിനോടുള്ള എതിർപ്പും കാര്യങ്ങളും ഒക്കെ അറിയിക്കുകയും സമരരംഗത്തേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. HSAയുടെ നിലവിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി, BEd, കേട്ടറ്റ് കാറ്റഗറി 3. ഇനി സെറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്താവശ്യമില്ല, കേട്ടറ്റ് കാറ്റഗറി 3 ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിലവിലെ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശുപാർശകൾ അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒരുമിപ്പിച്ച് സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ള ഒരു പോസ്റ്റ് ആവുമെന്നും ഇതിനു വേണ്ടി ഉള്ള അടിസ്ഥാന യോഗ്യത PG സെറ്റ്, ഈ 2 യോഗ്യതകളായിരിക്കുമെന്നും ആ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും PSCയിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് നിലവിൽ വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിലെ പല ശുപാർശകളും ഒരുപാട് വീണ്ടും ഇനി പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ഒരുപാട് സമയം എടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. BEd, ഡിഗ്രി, കേട്ടറ്റ് 3 എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ഒരു HSA എക്സാം കൂടി നമുക്ക് എന്തായാലും ലഭിക്കും. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. എല്ലാവരും കൃത്യമായി വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഈ വാർത്തകളൊക്കെ കണ്ട് ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല. പല മെസ്സേജുകളും കോളും ഒക്കെ വരുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, ഇനി എക്സാം ഉണ്ടാവില്ലേ എന്നുള്ള കാര്യമൊക്കെ വെച്ച്, സിലബസ് മാറോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയട്ടെ, പല വിഷയങ്ങളിലും HSAയുടെ NCA നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വരുന്നുണ്ട്. HSA നാച്ചുറൽ സയൻസിന്റെ 220/2024 ഇപ്പൊ നിങ്ങൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. പണ്ടുള്ള അതേ ക്വാളിഫിക്കേഷൻ ആണ്, മുന്നത്തെ അതേ സിലബസും ആണ്. ഇനിയിപ്പോ ഒരു ബൈ ട്രാൻസ്ഫർ, HSAയുടെ ഒരു ബൈ ട്രാൻസ്ഫർ എക്സാം ഈ 28-ാം തീയതി നടക്കാനിരിക്കുന്നുണ്ട്. അതിലും യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന അതേ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ സിലബസും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇനി HSA എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവോ, HSA എക്സാമിന്റെ സിലബസിൽ മാറ്റങ്ങൾ വരുമോ, ഇനി HSA എഴുതുന്നതിന് PGയും സെറ്റും നിർബന്ധമാക്കുമോ, ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കൃത്യമായി തന്നെ നിങ്ങൾ പഠിക്കുക. പലരും പഠിക്കുന്നുണ്ട്, നമുക്കറിയാം. വളരെ നേരത്തെ തന്നെ ഇപ്പം കഴിഞ്ഞ ലിസ്റ്റ് വന്ന്, ഇപ്പൊ നാച്ചുറൽ സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റ് വന്ന് ഉടനെ തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് 4 ബാച്ചുകളായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഓരോ വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേട്ട് നിങ്ങളുടെ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്. സീരിയസ് ആയി തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണം. HSA നാച്ചുറൽ സയൻസിന്റെ കഴിഞ്ഞ എക്സാമിന് നമുക്ക് 62ഓളം റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. HSAയുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലിയ സിലബസ് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, നേരത്തെ തന്നെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. HSAയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.